ജോസ് ചിറ്റൂരിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ ആഴ്ച വരെയും ചിറ്റൂർ സഭയിൽ കർത്താവിനെ ആരാധിക്കുകയും കർത്താവ് ജനത്തോട് ചേർന്ന് കൂട്ടായ്മ ആചരിക്കുകയും ചെയ്തു. ഇന്ന് അവിടെയുള്ള ദൈവസഭയോട് ചേർന്ന് വിശുദ്ധന്മാരോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കാനും കർത്താവിൻ്റെ മേശയിൽ ഭാഗവാക്കുവാനും സന്തോഷമുണ്ട്, പ്രാഗൽഭ്യമുണ്ട് എന്നുള്ള കാര്യം ഞാൻ സഭയെ അറിയിച്ചു കൊടുക്കും. ആരാധനയ്ക്കായിട്ട് നമുക്കൊരു വേദവാക്യം വായിക്കാം. റോമാലേഖനം അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യം. റോമാലേഖനം 8-ാം അധ്യായം 34-ാമത്തെ വാക്യം. ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് വീട്ടിലേറ്റവൻ തന്നെ, അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ മരണത്തെ പ്രസ്താവിക്കുന്നതാകുന്ന മേശയ്ക്ക് മുമ്പിൽ ഇരിക്കുന്നതാകുന്ന നമുക്ക് ഓർക്കുവാനായിട്ടുള്ളത് നമ്മുടെ കർത്താവിന്റെ മരണമാണല്ലോ. ഇവിടെയും നാം വായിച്ചത് അങ്ങനെയാണ്. ക്രിസ്തു യേശു മരിച്ചവൻ എന്ന് വായിക്കുന്നു. നാം കേട്ടതുപോലെ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു മരിക്കേണ്ട ഒരു പാപവും ചെയ്തിട്ടില്ലല്ലോ. അവൻ വിസ്തരിച്ചതാകുന്ന പീലാത്തോസ് പറയുണ്ടായി, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല, മാത്രമല്ല മരണയോഗ്യമായതൊന്നും ഇവൻ ചെയ്തിട്ടില്ല എന്നാണ്. ഇനി എന്താണ് കർത്താവ് മരിച്ചത് എന്നുള്ളത് ഓർക്കുമ്പോഴാണ് നമ്മുടെ കർത്താവിന്റെ മരണത്തെക്കുറിച്ച് പൗലോസ് പറയുന്നത്. കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായം അതിന് 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നതാണല്ലോ, ക്രിസ്തു യേശു തിരുവചന പ്രകാരം നമുക്ക് വേണ്ടി മരിച്ചു എന്നാണ്. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു മരിച്ചത് നമുക്ക് വേണ്ടിയാണ്. കർത്താവ് മരിച്ചത് ഇന്ന് രാവിലെ നാം ഓർക്കുന്നതാണ് കർത്താവിന്റെ മരണം. എനിക്ക് വേണ്ടിയാണല്ലോ, നമുക്ക് വേണ്ടിയാണല്ലോ കർത്താവ് മരിച്ചതെന്ന് പറയുന്ന ഓർമ്മയാണ് ഇന്ന് രാവിലെ നമ്മെ ഓർമ്മിക്കുന്നത്. ആണെങ്കിൽ നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവിനെ ഓർത്തുകൊണ്ട് കർത്താവിനെ നമുക്ക് ഇന്ന് രാവിലെ മഹത്വപ്പെടുത്താം. മാത്രമല്ല, എന്തിനാണ് നമ്മുടെ കർത്താവ് മരിച്ചത്? വായിച്ചതുപോലെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ കർത്താവ് മരിച്ചത്. നാം പാപത്തിൽ ജനിച്ചവരായ ഒരു കാലത്ത് പാപത്തിൽ ജീവിച്ചവരായിരുന്നാൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ, നമ്മെ ദൈവത്തിന്റെ മക്കളായി തീർക്കുവാൻ, നമ്മെ സ്വർഗത്തിലിരുത്തുവാൻ, നമുക്ക് നഷ്ടപ്പെടുന്നതാകുന്ന ആത്മീയവും ഭൗമികമായ എല്ലാ അനുഗ്രഹവും നന്മകൾ തരുവാൻ തക്കണം നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ലോകത്ത് ജനിച്ച് ജീവിച്ച് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. ആ കർത്താവിനെ ഇന്ന് രാവിലെ ഓർത്ത് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. പിന്നെ ഇന്ന് വായിക്കുന്നുണ്ടായാലോ, അവൻ മരിച്ചെങ്കിലും അവൻ വീഴ്ചയായിട്ട് ഇന്ന് ജീവിക്കുന്ന കർത്താവാണ്. ആ വായിക്കുന്ന അനേക ഭാഗം വായിക്കുന്നുണ്ട്. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു എന്നാണ് വായിക്കുന്നത്. കാരണം നമ്മുടെ കർത്താവിനെ മരിക്കുവാൻ തക്കോണ്ട് ഏൽപ്പിച്ചു കൊടുത്ത പിതാവ് അവൻ വീഴ്ചേൽപ്പിച്ച് വായിക്കുന്നുണ്ട്. ആണെങ്കിൽ നമ്മുടെ കർത്താവാക്കിയ യേശു ക്രിസ്തു വീഴ്ചയാണ്. അതാണ് ഈ മേശ നമ്മെ ഓർപ്പിക്കുന്നത്. അവൻ നമുക്ക് വേണ്ടി മരിച്ചെങ്കിലും മരണത്തെ ജയിച്ച് നമ്മുടെ കർത്താവ് എന്ന് ജീവിക്കുന്നു, സ്വർഗത്ത് നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളത് രാവിലെ ഓർത്ത് നമുക്ക് വേണ്ടി സ്തോത്രം ചെയ്യാം. മാത്രമല്ല, ഇതിനെ വായിച്ചു വാർത്ത് അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ജീവിക്കുന്ന കർത്താവ് ഇന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമ്മെ സന്തോഷിപ്പിക്കുന്നതായിരിക്കുന്ന കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ കർത്താവിനെ നമുക്ക് ഓർക്കുവാനായിട്ടുണ്ട്. മാത്രമല്ല, അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നതാണ് നമ്മുടെ കർത്താവ്. എന്നാൽ ഇവിടെ ഓർപ്പിക്കുന്ന മറ്റൊരു ഭാഗമുണ്ട്, അവൻ എത്രയും വേഗം മടങ്ങി വരും. ഈ മേശ അതാണ് ഓർപ്പിക്കുന്ന കർത്താവിന് മരണവും പുനരുത്ഥാനത്തെ വീണ്ടും പരിഹരിയാണല്ലോ ഈ മേശ ഓർപ്പിക്കുന്നത്. ആ നിലയിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി കടന്നു വന്ന് നമുക്ക് വേണ്ടി ജനിച്ച് നമുക്ക് വേണ്ടി ജീവിച്ച നമ്മുടെ പാപങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം വരുത്തി നമ്മെ ദൈവത്തിന്റെ മക്കളാക്കി ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധ നിഷ്ഠമാക്കി തീർക്കുവാൻ തക്കണം തന്റെ പുണ്യാഗ്രഹം മുഴുവനായി നമുക്ക് വേണ്ടി നൂറ്റിക്കൊടുത്ത നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച ആ കർത്താവിനെ അവന് മരണത്തെയും പുനരുത്ഥാനത്തെയും വീണ്ടും പരിഹരി ഓർത്തുകൊണ്ട് ഇന്ന് രാവിലെ കർത്താവിന്റെ മേശ ഭാഗമായി നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. വീണ്ടും വരുന്ന കർത്താവിനെ ഓർക്കാം. അവന്റെ വലിയ നാമത്തിന്റേക്കും മഹത്വം ഉണ്ടാകട്ടെ.